ലാസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കും. നമുക്ക് ഓൾറെഡി ഓഫർ പ്രൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഷെഫിക് ബായിന്റെ വീഡിയോയിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് എന്തായാലും ഒരു 25,000 രൂപ കുറച്ചിട്ട് 14,40,000 കൊടുക്കും. 16,40 ഇതൊന്ന് പുറത്തേക്ക് എടുത്താ. ഇപ്പൊ നമ്മൾ ഷോറൂമിൽ ഏത് വാഹനം എടുത്താലും നമ്മൾ 6 മാസം വാറന്റി എടുക്കും. ഇതൊരു ചെറിയ കാര്യമില്ല സെക്കൻഡ് വണ്ടിക്ക് പറഞ്ഞാൽ. ഏത് വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു 6 മാസം വാറന്റി കൊടുക്കും. ഞാൻ വണ്ടി എടുക്കാൻ വരികയാണ്, അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ മെക്കാനിക് ഉണ്ട്, എനിക്ക് ആളെ കൂട്ടി വന്നാൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ? അവരെ കൂടാതെ നിങ്ങൾക്ക് ടൊയോട്ടയിൽ പോയി ചെക്ക് ചെയ്യാം. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം, അതിനൊന്നും നമുക്കൊരു പരാതിയില്ല. പ്രീ രജിസ്ട്രേഷൻ വണ്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പിന്നെ എന്താ ചോദിക്കാനുള്ളത്? അപ്പൊ ആ രൂപത്തിലാണ്. 9,65,000. അത് കിടിലം പ്രൈസ് ആയിട്ടോ. 2012 ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 2,71,000 കറക്റ്റ് പീരിയഡിക് ആയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി നമ്മൾ കൊടുക്കുന്നുണ്ട്. പീരിയോഡിക് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത്. ഇത്രയും ഇന്നോവ ക്രിസ്റ്റകൾ നിങ്ങൾ നേരിട്ടിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ കാണുന്ന 20ഓളം ഇന്നോവ ക്രിസ്റ്റകൾക്ക് വരുന്ന പ്രത്യേകത എന്താണെന്നറിയോ? ഈ വാഹനമൊക്കെ വിൽക്കാനുള്ളതാണ്. എല്ലാം വാറന്റിയോട് കൂടി നിങ്ങൾക്ക് തരും. നിങ്ങൾ വാഹനം വാങ്ങിയാലും 6 മാസത്തോളം നിങ്ങൾക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും വാറന്റി ഉണ്ട്. അത് മാത്രമല്ല, ബൈബാക്ക് ഗ്യാരണ്ടി കൂടി തരുന്നുണ്ട്. നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കി പറ്റിയില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തിനകത്തൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത മുതലിൽ നിന്നും വലിയ നഷ്ടമില്ലാത്ത രൂപത്തിൽ ഇവർ തന്നെ തിരിച്ചു വാങ്ങും. ആരാണ് ഇവർ എന്നുള്ളതല്ലേ ചോദ്യം. നമ്മുടെ മലപ്പുറം പാണ്ടിക്കാടുള്ള ഫോക്കസ് മോട്ടോഴ്സ് ആണ്. 11 വർഷമായിട്ട് അവർ ഈ ഒരു മേഖലയിൽ, യൂസ്ഡ് കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി അവർ വിൽക്കുന്ന വാഹനങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇത്രയും ചുരുങ്ങിയ വാക്കിൽ തന്നെ നമ്മൾ ഒരുപാട് പേരെ പ്രത്യേകത പറഞ്ഞു. മറ്റുള്ള നമ്മൾ യൂസ്ഡ് മാർക്കറ്റിൽ കാണാത്ത പല സാധനങ്ങളും, വാറന്റി അടക്കമുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഏത് വാഹനമായാലും ഫുൾ ടാങ്ക് ഫ്യൂൽ അടക്കമാണ് ഇവർ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുന്നത്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഉള്ളൊരു ഡീലാണ് ഫോക്കസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിശദമായിട്ട് ഡീലർഷിപ്പിനെ കുറിച്ചും ഇവിടെ കിടക്കുന്ന വാഹനങ്ങളെ കുറിച്ചും വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബാ. അപ്പോൾ ഈ ഫോക്കസ് മോട്ടോഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ആസാദ് സാറിന്റെ കൂടെയാണ്. നമസ്കാരം. അപ്പോൾ 11 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് എന്നുള്ള പാണ്ടിക്കാടായിട്ടുണ്ട്, ഈ ഫീൽഡിലുണ്ട്. ഇത് നമ്മുടെ പുതിയ ഷോറൂമാണ്. ഇത് പുതിയ ഷോറൂം ഒരു വർഷത്തിന്റെ മുകളിലായി. അല്ല, അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. ഇതിനകത്ത് എത്ര വണ്ടി ഡിസ്പ്ലേ ഇടാം? ഇതൊരു 60ഓളം വണ്ടി, ടോട്ടൽ 60 വണ്ടി ഡിസ്പ്ലേ ഇടാനുള്ള സ്പേസ് ഉണ്ട്, സൗകര്യം ഉണ്ട്. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഇപ്പോൾ 1-2 പ്രത്യേകതകൾ നമ്മുടെ മാത്രം. കാരണം സാധാരണ യൂസ്ഡ് മാർക്കറ്റിൽ നമ്മൾ കേൾക്കാത്ത പല സമയത്തും ബൈബാക്കിന്റെ ഗ്യാരണ്ടി കൊടുക്കുന്നത്, വാറന്റി കൊടുക്കുന്നത്, ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ ഡെലിവറി സമയത്ത് കൊടുക്കുക, അങ്ങനെ സാധാരണ കേൾക്കാത്ത പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ മറ്റെന്തൊക്കെ പ്രത്യേകത നമുക്ക് ഫോക്കസിന് പറയാനുണ്ട്? നമ്മള് കസ്റ്റമർക്ക് ഒരു വാഹനം കൊടുക്കുമ്പോൾ അവര് ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. അതിന് മാക്സിമം നമ്മള് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരാളുടെ ആശങ്ക എന്നുള്ളത് വാഹനം എടുക്കുമ്പോ, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ ഇത് എഞ്ചിനാണ് കംപ്ലൈന്റ് ഉണ്ടോ, അത് ടോട്ടൽസ് ഇടിച്ച വണ്ടിയാണോ, അത് ഫ്ലഡ് ആണോ എന്നുള്ളതാണ്. ഫ്ലഡും ടോട്ടൽസും വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ചെയ്തിരുന്നു. ആ വാഹനത്തിൽ നമുക്ക് അതുകൊണ്ട് അത് 1 ലക്ഷം 2 ലക്ഷം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പൊ നമ്മള് അങ്ങനത്തെ വാഹനങ്ങൾ അത് വലിയൊരു പഠനമായി, നമുക്ക് അനുഭവമായി. അതുകൊണ്ട് അങ്ങനത്തെ വാഹനങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ വാറന്റി കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഷോറൂമിൽ ഏത് വാഹനം എടുത്താലും നമ്മൾ 6 മാസം വാറന്റി എടുക്കാം. ഇതൊരു ചെറിയ കാര്യമില്ല സെക്കൻഡ് വണ്ടിക്ക് പറഞ്ഞാല്. ഏത് വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു 6 മാസം വാറന്റി കൊടുക്കും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല്, ആ ഒരു വാഹനം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ വാഹനം തിരിച്ചെടുക്കാൻ ആളില്ലാത്തൊരു ടെൻഷൻ വേണ്ട. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ബൈബാക്ക് വാറന്റി നമ്മൾ കൊടുക്കും. നമ്മുടെ ഇന്ന് വാങ്ങിയതല്ല, എല്ലാതെയും നമ്മൾ പർച്ചേസ് ഉണ്ട്. ഏത് വാഹനം എടുക്കും നമ്മുടെ ഇന്നാണ് എടുത്തെങ്കിൽ എന്തായാലും നമ്മൾ എടുക്കുന്നുള്ളൊരു ഗ്യാരണ്ടി കൂടി കൊടുക്കുകയാണല്ലേ. ഫോക്കസിൽ 2017 ശേഷമുള്ള വാഹനം മാത്രമേ സെയിൽ ചെയ്യുള്ളൂ. ടൊയോട്ടയിലുള്ള 13ഉം പിന്നെ ഫോർച്യൂണറും 13 മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാത്ത ഒരു കമ്പനിയുടെ വാഹനം നമ്മൾ 2017 ശേഷമുള്ള മാത്രമേ സെയിലിംഗ് ഉള്ളൂ. എക്സ്ചേഞ്ചിന് എല്ലാ വാഹനങ്ങളും സ്വാഭാവികമായിട്ട് എടുക്കേണ്ടി വരുമല്ലോ. നമ്മൾ പുറത്ത് ഡീലർമാർക്കാണ് എക്സ്ചേഞ്ച് വാഹനങ്ങൾ നമ്മൾ സാധാരണ കൊടുക്കാറ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻ കൂടുതൽ ക്രിസ്റ്റയും ഇന്നോവയാണ്. അതിനെന്തെങ്കിലും പ്രത്യേകത നമ്മുടെ ഈ ഏരിയയുടെ പ്രത്യേകത, അല്ലെങ്കിൽ നമുക്ക് അത്രയും റിക്വയർമെന്റ് വരുന്നുണ്ട്? എന്താ, ക്രിസ്റ്റയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നമ്മളത് 30ഓളം ക്രിസ്റ്റകൾ ഉണ്ട്. 30ഓളം ക്രിസ്റ്റ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കി 20 എണ്ണം ഇപ്പൊ ഇവിടെ തന്നെയാണ്. പിന്നെ ബാക്കിൽ യാർഡില് പുറത്തുനിന്ന് പെയിന്റിങ്ങിനും പോളിഷിനും ഒക്കെ ആയിട്ട് നമ്മളിപ്പോ 30ഓളം ക്രിസ്റ്റകൾ നമ്മൾ അവൈലബിൾ കമ്പനിയിൽ ഉണ്ട് ഓൾറെഡി. ഫോർച്യൂണറും പിന്നെ അതർ കമ്പനിയുടെ എല്ലാ വാഹനങ്ങളും ഏറെക്കുറെ നമുക്ക് കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡെലിവറി, ഞാൻ ഇവിടെ ഇൻസ്റ്റാ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഫോക്കസ് മോട്ടോഴ്സ് വാഹനം ഡെലിവറി ഒരു പുതിയ വാഹനം എടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഡെലിവറി എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. അത് നമ്മളൊരു അനുഭവം എന്താണെന്ന് വെച്ചാല്, ഒരു വീട്, ഒരു വാഹനം എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വപ്നമാണ്. അത്
ചെറുവണ്ടി വാങ്ങുന്നതും വലിയ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും നമ്മള് ഇപ്പൊ ഡെലിവറി ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അവര് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിട്ട് എന്താണോ നമ്മൾ അവരുടെ സ്വപ്നത്തിനോടൊപ്പം നമ്മൾ എത്തിക്കാന്നില്ല. അവര് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൈസ ഒരുപാട് ഒരു കൂട്ടിയ സംഭവമാണല്ലോ. അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഫ്രഷ് കാർ വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല, സെക്കൻഡ് വാങ്ങിട്ട് വാങ്ങുമ്പോ പിന്നെ അത് ഉഷാറാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. മാക്സിമം സാധിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എന്തായാലും ഒരു എക്സിക്യൂട്ടീവിനെ തരാം, സാബിത്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ വിലയും കാര്യങ്ങളും അറിയുന്ന ഒരാൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സാബിത്ത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. അപ്പൊ താങ്ക് യു. ഓക്കെ, ശരി. ഇതാണ് സാറ് പറഞ്ഞ ഷാബിദ്. അപ്പൊ വണ്ടിയുടെ വിലയൊക്കെ നമുക്ക് അറിയണം. ഓ എല്ലാം അറിയാം, എല്ലാം പറഞ്ഞു കൊടുക്കാം. ഓ റെഡി അല്ലേ, തയ്യാറല്ലേ? തയ്യാറാണ്. അപ്പോ നമുക്ക് താറ് നോക്കി തുടങ്ങാം. താറ് പറഞ്ഞാല് ഒരുപാട് ഫാൻസ് ഉള്ള ആളുകളാണ് ഇപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇത് എങ്ങനെ? ഇത് നമുക്ക് 2021 മോഡല്. ഓക്കെ. 4x4 ഓട്ടോമാറ്റിക്കലി വരുന്ന മോഡലാണ്. ഏറ്റവും ടോപ്പ് മോഡൽ, ഏറ്റവും ടോപ്പ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ക ജെനുവിൻ വണ്ടിയാണ്. നമുക്ക് കസ്റ്റമേഴ്സിന് മാക്സിമം ഇപ്പോൾ അത്യാവശ്യം നമുക്ക് എൻക്വയറി വരുന്ന മോഡലാണ്. കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ 4x4 ഓട്ടോമാറ്റിക്കിലാണ് നമുക്ക് എൻക്വയറി കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റോക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2021 മോഡല് 4x4 മാനുവൽ എഡിഷനിലും നമുക്ക് ഗ്രേ കളറിൽ അവൈലബിൾ ആണ്. രണ്ട് ടോപ്പിന്റെ ആണ്. ഇത് ഓട്ടോമാറ്റിക്, അത് മാനുവൽ. അതെ, 2 ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ഇത് 81,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്. ഇതാണ് കുറച്ചുകൂടി അടിപൊളി സാധനം. ഇത് കസ്റ്റമർക്ക് എന്തായാലും 100% ബെനിഫിറ്റ് ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം എൻക്വയറി വരുന്ന മോഡലാണ്. ആസ്കിംഗ് റേറ്റ് എത്ര വരുന്നത്? 16,65,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ. 16,65,000 ലാസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കും. നമുക്ക് ഓൾറെഡി ഓഫർ പ്രൈസ് ചെയ്യുന്നതാണ്. ഷെഫിക് ബൈന്റെ വീഡിയോയിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് എന്തായാലും ഒരു 25,000 രൂപ കുറച്ചിട്ട് 16,40,000 കൊടുക്കാം. 16,40,000 ഇതൊന്ന് പുറത്തേക്ക് എടുത്താ 16,40,000 നമുക്ക് താറിന്റെ 4-wheel ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക്. അതിന് ഫുൾ ആയിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ കണ്ടോ. ഇപ്പൊ എം ഹോക്ക് നമ്മുടെ ഡീസൽ എഞ്ചിൻ വരുന്ന താറ് ബ്ലാക്ക് കളർ കേട്ടോ. ടയറൊക്കെ നിങ്ങൾ സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കി, ടയറൊന്ന് കാണിച്ചു കൊടുത്താ. ഇതാണ് ഫുൾ നല്ല ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് തിരിച്ചോ, ടയറൊന്ന് ഫോക്കസ് ചെയ്താ. 4 ടയറും ഇതേ കണ്ടീഷനിലാണ്. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 85-90% ടയർ ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. വേറെ ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ നമുക്ക് മോശം പറയാൻ ഒന്നും തന്നെ വരുന്നില്ല. അത്രയും പെർഫെക്റ്റ് കണ്ടീഷനുള്ള വാഹനം. അതിന് ഓട്ടോമാറ്റിക് വേണ്ട, മാനുവൽ മതി എന്നുള്ളവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് ആക്സറീസ് ഇതിന് കാണാനുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനെന്താ വില? നമുക്ക് പ്രൈസ് വരുന്നത് 14,60,000. 14,60,000 സെയിം മോഡലാണ്. 2021 ആണ്. ഇതൊരു 80,000 സംതിങ് ഓടിയുണ്ട്. 81,000 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം 14,60,000 രൂപക്കും കിട്ടും. അതിനേക്കായി 2 ലക്ഷം കുറവ്. മാനുവൽ ആണെന്നുള്ള വ്യത്യാസം, പിന്നെ ഓണർഷിപ്പും മാത്രം. അത്രയാണ് ചേഞ്ചസ് ഉള്ളത്. ഇവിടെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ കുറച്ച് ലക്ഷറി വാഹനങ്ങളാണ്. ഈ വോക്ക്, ഓഡി Q3, A6, X1 അങ്ങനെയുള്ള മോഡൽസ് ആണ്. പക്ഷെ നമ്മൾ അതൊന്നും വിശദമായിട്ട് നോക്കുന്നില്ല. അതൊക്കെ അത്തരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ. നമ്മളിന്ന് പ്രധാനമായിട്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ, അതുപോലെ ക്രിസ്റ്റ പോലത്തെ വാഹനങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അർബൻ ക്രൂയിസ് മുതൽ അങ്ങോട്ട് കുറച്ച് വണ്ടികളുണ്ട്. അതെ, നമുക്ക് ടൈഗൺ വരുന്നുണ്ട്, i20, അതുപോലെ എർട്ടിഗ, ഗ്രാൻഡ് വിറ്റാറ, സ്വിഫ്റ്റ്, ഇങ്ങനെ. അർബൻ ക്രൂയിസർ നോക്കി തുടങ്ങിയാലോ? നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2021 മോഡലാണ്. 9,90,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് നിലവിൽ വണ്ടി ബുക്ക്ഡ് ആണ്. ബുക്ക്ഡാണോ? അത് ശരി. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും അത് പിന്നെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 21 അപ്പൊ നമ്മളിപ്പോ കണ്ട 3 വാഹനങ്ങൾ 21 അപ്പൊ അതാണ് നമ്മള് നമ്മുടെ സാസാദ് സാർ നേരത്തെ പറഞ്ഞു. അതായത് ഒരു 18-ന് ശേഷമുള്ള വാഹനങ്ങളാണ് ഫോക്കസ് കിട്ടുള്ളൂ. ഫോക്കസ് ചെയ്യുന്നത് 18-ന് ശേഷമുള്ള വാഹനമാണ്. അപ്പൊ 1.5 ആണ്. 1.5. ഓക്കെ. അപ്പൊ ഏറ്റവും ടോപ്പ് GT ലൈൻ പ്ലസ് ഓട്ടോമാറ്റിക് DST ഗിയർ ബോക്സ് വരുന്ന കൈകൊണ്ട് ഏറ്റവും ഹൈ എൻഡ് വാഹനം. ഇതിന്റെ മോഡൽ കാര്യങ്ങൾ 2022 മോഡല് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ലോ കിലോമീറ്റർ. ഓണർഷിപ്പോ? സിംഗിൾ ഓണറും 25,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അപ്പൊ എത്ര റേറ്റ്? ഇതിന് നമുക്ക് വരുന്നത് 18,15,000 രൂപ. 18 മാക്സിമം പ്രൈസ് ആണ്. നമ്മുടെ വ്യൂവേഴ്സിനുള്ള റേറ്റ് ആണ്. കാരണം അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. അതുപോലെ 1.5 എന്ന് പറഞ്ഞാണ്ടല്ലോ മുത്തുമണി എഞ്ചിനാണെന്ന് പറയാം. ഫോക്സ് ആകേണ്ട, അയ്യോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, ഏതൊരു വാഹനപ്രേമി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എഞ്ചിൻ ഓപ്ഷൻ ആണെന്ന് പറയാം. ഇതിൽ നമുക്ക് വലിയ, അതായത് ലാൻഡ് ക്രൂയിസർ അത്തരത്തിലുള്ള വാഹനമുണ്ട്. നമുക്ക് 6 സിലിണ്ടർ 8 സിലിണ്ടർ ഒക്കെ വരുന്ന വാഹനങ്ങൾ, അതിലൊക്കെ ഉള്ള പോലത്തെ ഫീച്ചേഴ്സ്, അതായത് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാഹനം. അതൊക്കെ 4 സിലിണ്ടറിൽ വേറെ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ വരുന്നില്ല. ഫോക്സ് വാൻ സ്കോഡ വാഹനങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അത്തരത്തിലുള്ളൊരു എഞ്ചിനാണ്. നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ത്രോട്ടിൽ റെസ്പോൺസിനനുസരിച്ച് സിലിണ്ടറിന്റെ വർക്കിംഗ് മാറ്റും. അതായത് 2 സിലിണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും, അതുപോലെ 4 സിലിണ്ടർ ആയിട്ട് അങ്ങനെ
ഒരു ഗംഭീര എഞ്ചിൻ പ്ലസ് DSG ഗിയർ ബോക്സ്. അത് പിന്നെ നമ്മൾ പറയേണ്ടില്ല, പോളോയിലൊക്കെ നമ്മൾ അതെ 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 കണ്ടിട്ടുള്ളതാണ് ഫീൽ ചെയ്തിട്ടുള്ളതാണ് പെർഫോമൻസ് എല്ലാം അപ്പൊ അങ്ങനത്തെ ഒരു വാഹനമാണ്. ഫീച്ചേഴ്സ് ഫുൾ ഉണ്ട് ട്ടോ. ഞാൻ വിശദമായിട്ട് പറയാത്ത ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ലൈറ്റ് വെന്റ് ഉണ്ട്. ഇത് ഏതാ വേരിയന്റ്? 2021 ആസ്റ്റർ 21 ആസ്റ്റർ. ഇതും ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് വേരിയന്റ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ്. ഓക്കെ. നിലവിൽ നമുക്ക് 9,90,000 കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ. 9,90,000. ലൈറ്റ് വെന്റിന്റെ ഏറ്റവും ടോപ്പ് മോഡലാണ്. നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ ആലോചിച്ചാണ്. ഫീച്ചേഴ്സ് മൊത്തം വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പൊ ഏകദേശം ഇത് ബ്ലൂ ആണ് അല്ലേ? ബ്ലൂ ആണ്. ലൈറ്റിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും. ബ്ലൂ കളറാണ്. നമുക്ക് ഒരു ഫാൻസി നമ്പറോടെ വരുന്ന വണ്ടിയാണ്. ഫാൻസി നമ്പർ ഉണ്ട്. ഓക്കെ. 786. ഓക്കെ. 786. ആഹാ. അപ്പോൾ ഒരു ഫാൻസി നമ്പർ കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എർട്ടിക. ഓക്കെ. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2022 മോഡൽ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നമ്മളിപ്പോ ഈ പറയുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ പറയുന്ന വാറണ്ടി ഇല്ലേ? വാറണ്ടി നമ്മളെല്ലാം 2017 ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പിള്ളേരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതായത് ഫോക്കസ് നടത്താൻ വാറണ്ടി ഉണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അച്ഛനൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എർട്ടിക വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ എത്ര റേറ്റ് ചെയ്യുന്നു? ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് 12,25,000. ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഡീറ്റെയിൽസ് എല്ലാത്തിന്റെ ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഫോക്കസിൽ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഇവിടെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ മോഡല്, വണ്ടിയുടെ നമ്പർ, ആസ്കിംഗ് പ്രൈസ്, വേരിയന്റ്, ZX ആണ് ഇതിലെ ഓണർഷിപ്പ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാ വണ്ടിയിലും ഇതുണ്ടാവും. ഇൻഷുറൻസിന്റെ എക്സ്പയറി ഡേറ്റ്, A to Z കാര്യങ്ങൾ, സെക്കൻഡ് കീ ഉണ്ട്, A to Z ഇൻഫർമേഷൻ നമുക്ക് വണ്ടിയെ കുറിച്ചുള്ളത് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഓരോ വണ്ടിക്കും. അപ്പൊ അതും 12,25,000. ZX എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ് ഇവിടെ. അടുത്തത് ഗ്രാൻഡ് വിറ്റാര. ഇത് ഡീറ്റെയിൽസ് എങ്ങനെ? നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റോക്ക് ആണ്. ഓൾറെഡി ഇന്നലെ വന്നിട്ടുള്ളൂ. എന്തായാലും നമുക്ക് 2 ഡേയ്സിന്റെ ഉള്ളിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ പേജിൽ തന്നെ ആഡ് ചെയ്യും. ഓക്കെ. അപ്ഡേറ്റ് ആയിട്ടില്ല, ലിസ്റ്റിൽ കയറിയിട്ടില്ല. കംപ്ലീറ്റ് സ്കാനിംഗ് റിപ്പോർട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ സെയിൽ ചെയ്യുള്ളൂ. ജസ്റ്റ് ഇവിടെ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ചെക്കപ്പ് കാര്യങ്ങൾ, ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതൊക്കെ തീർത്തതിനു ശേഷം മാത്രമേ പ്രൈസ് പറയാൻ കഴിയുള്ളൂ. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ചെയ്യുള്ളൂ. ഓക്കെ. അതായത് നമ്മളിപ്പോ നിങ്ങൾക്ക് ഫോക്കസ് മോട്ടോഴ്സ് ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പിൽ പോകേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ കുറെ പൈസ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല എന്നുള്ളതാണ്. അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങളുടെ എല്ലാം തീർത്ത് സർവീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുള്ളൂ. അപ്പൊ വണ്ടി എടുത്താൽ, ഡെലിവറി എടുത്താൽ പിന്നെ ഒരു ചെലവ് നമുക്ക് പെട്ടെന്ന് തന്നെ വരില്ല. അപ്പോൾ പിന്നെയുള്ള സ്വിഫ്റ്റ് ആണ്. ഇത് സ്വിഫ്റ്റ് ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ട്. ബുക്ക്ഡ് ആയ വണ്ടിയാണ്. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് പറയണ്ടല്ലോ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ മാറി ചോദിച്ച എന്റെ ക്യാമറാമാനോട് നോക്കടാ എന്ന് പറഞ്ഞ വണ്ടി സ്കോഡ റാപ്പിഡ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ സ്കോഡ റാപ്പിഡ് നമ്മൾ ഇതുവരെ കാണാത്ത വണ്ടിയല്ല, പക്ഷെ ഇതിന്റെ ഷേപ്പ് പക്ക ബോഡി ഷേപ്പ് ഉള്ള ഒരു വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2018 മോഡലാണ്. ഓക്കെ. 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. സ്കോഡ റാപ്പിഡ് അത്യാവശ്യം ഫാൻസ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അതായത് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഫാൻസും റയറാണ്, വണ്ടി റയറാണ് എന്നുള്ള രൂപത്തിലാണ്. പക്ഷെ ഉള്ള ഒരു ഹാർഡ് കോർ ഫാൻസ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു 82,000 കിലോമീറ്ററുടെ ഡീസൽ ഓട്ടോമാറ്റിക് റാപ്പിഡ്, ഒരു പവർഫുൾ സാധനം, ഒരു റോക്കറ്റ്, ഡീസൽ റോക്കറ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സാധനം ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് റേറ്റ് എത്ര? നമുക്ക് 7,15,000 കൊടുക്കാൻ പറ്റും. 7,15,000 ലാസ്റ്റ് റേറ്റ് ആണോ? ലാസ്റ്റ് റേറ്റ് നമുക്ക് 7 ലക്ഷത്തിൽ കൊടുക്കാം. 7 ലക്ഷത്തിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ് റാപ്പിഡ് ഫാൻസിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് 7 ലക്ഷം ആക്കിയിട്ടുണ്ട്. 7 ലക്ഷത്തിന് നമുക്ക് 2018 അല്ലേ പറഞ്ഞു? 18 മോഡല്. ഇതിന് വലിയ മേജർ ആക്സിഡന്റ് അങ്ങനെ ഒന്നും ഒന്നുമില്ല. നമുക്ക് ടയറും കാര്യം ഒന്ന് കാണിച്ചു കൊടുത്തതെന്ന് അടുത്തേക്ക് വന്ന അത്യാവശ്യം ഒരു 60% ഒക്കെ നമുക്ക് ടയർ കാര്യങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് അലോയ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്റീരിയറും അത്യാവശ്യം നീറ്റ് കാര്യങ്ങളാണ്. ബീച്ച് കളറാണ്, കുറച്ച് ചളിയുണ്ട്, എന്നാൽ പോലും നമുക്ക് വൃത്തികേട് എന്ന് പറയുന്ന രൂപത്തിലില്ല കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇന്നോവകളുടെ ചാകരയാണ് അല്ലേ. അപ്പോൾ ഏകദേശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ 10-20 ഞാനിപ്പോൾ ഇവിടെ തന്നെ എണ്ണിയിട്ടുണ്ട്. ക്രിസ്റ്റയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഇന്നോവ അവൈലബിൾ ആണ്. ഇത് സ്റ്റാർട്ടിങ് ഇതൊക്കെ ഏതൊക്കെ മോഡൽസ് വരുന്നു? ഇത് 2013 വി ഓപ്ഷൻ, നമുക്ക് അതർ സ്റ്റേറ്റിൽ ഇവിടെ നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. റീപ്ലേസ് ഇപ്പൊ നിലവിലൊന്നുമില്ല. ബാക്കി മെയിൻ ഗ്ലാസ് ചെറിയ ക്രാക്ക് വരുന്നുണ്ട്. നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കും. ഇപ്പൊ നമുക്ക് ഇതിന് പ്രൈസ് വരുന്നത് 9,65,000 രൂപയാണ് പ്രൈസ്. 9,65,000 2013 ഇന്നോവ. ഓക്കെ. അപ്പോൾ 10 ലക്ഷത്തിനകത്ത് തന്നെ
ഒരു 13 ഇന്നോവ അത്യാവശ്യം നീറ്റ് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ക്ലിയർലി ഉള്ള വണ്ടിയാണ്. അതുപോലെ സീറ്റ് കവറൊക്കെ ഒരു പ്രീമിയം ഒരു ടൈപ്പ് തോന്നുന്ന രീതിയിലുള്ള സീറ്റ് കവർ ഉണ്ട്. സെൻട്രൽ ക്യാപ്റ്റൻ സീറ്റ് ആണ് അല്ലേ? അതെ, ക്യാപ്റ്റൻ സീറ്റ്. ക്യാപ്റ്റൻ സീറ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 10 ലക്ഷത്തിനകത്ത് വണ്ടി നോക്കുന്നവർ വേണമെങ്കിൽ പരിഗണിച്ചോ. അത് കഴിഞ്ഞാൽ ഇത് ഏതാ? 2015 BMW 5 സീരീസ്. 5 സീരീസാ? ഓക്കെ. ലക്ഷറി എങ്ങനെ നമ്മളിപ്പോ കമ്പാരിറ്റീവ്ലി നമുക്ക് കൂടുതലും തന്നെയാണല്ലേ? ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ലക്ഷറി സെഗ്മെന്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2015 ശേഷം വരുന്ന BM ആണെന്നുണ്ടെങ്കിലും ഓടി ആണെന്നുണ്ടെങ്കിലും കസ്റ്റമർ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാനുണ്ടെങ്കിലും ഫോക്കസ് മോട്ടോഴ്സ് ത്രൂ നമുക്ക് ചെയ്യാം. ഫുള്ളി ഒരു 2 months ഉള്ളിൽ പ്രീമിയം കൺവേർട്ടഡ് ആവും നമ്മൾ. അതിന് തുടക്കമാണ് പ്രീമിയത്തിലേക്ക് ചൂട് വെക്കാണ്. പ്രീമിയത്തിൽ നിന്നാലും ചൂട് വെക്കാന്നും പറയാൻ പറ്റില്ല. 10 വണ്ടി തന്നെ ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഇന്നോവ 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി G4 വരുന്ന കേരളയാണോ? ഇത് കേരള വണ്ടിയാണ്. കേരള വണ്ടിയാണ്. നിലവിൽ ഇതിൽ പ്രൈസ് വരുന്നത് നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 12,40,000 രൂപയാണ് വരുന്നത്. കേരള വണ്ടി 2015 മോഡൽ. ഓണർഷിപ്പ് 4th ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. 15 വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോ അത്യാവശ്യം ബോഡി ഷേപ്പ് കിടലാണെന്ന് പറയാം. ബാക്കി അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങൾ, സീറ്റ് കവറും നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ തോന്നുന്ന രീതിയിലുള്ള ഒരു സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ടയർ അത്യാവശ്യം ഒരു 50 ഒരു പകുതി ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. അപ്പോൾ ഒറിജിനൽ കേരള തന്നെ വേണം എന്ന് ചില ആളുകൾക്ക് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും പരിഗണിക്കാം. കുറച്ച് ബഡ്ജറ്റ് കൂടുന്നുള്ളൂ അല്ലേ? എത്ര റേറ്റ് പറഞ്ഞാൽ 12,40,000. 12,40,000. മറ്റേതാകുമ്പോൾ നമുക്ക് 10-നകത്ത് തന്നെ വരും. 2 ലക്ഷം കൊടുത്താലും 2 വർഷം മോഡലും കൂടും. ഒറിജിനൽ കേരള ആദ്യം കണ്ടിട്ടുള്ള വണ്ടി V ഓപ്ഷൻ ആണ്. G ഓപ്ഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് അല്ല, നമ്മുടെ ഒരു ബെഞ്ച് സീറ്റ് തന്നെ. അടുത്തത് ഇതേതാ മോഡല്? 2012 മോഡല് V ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇത് ഒറിജിനൽ കേരള. 9,60,60,000. അത് കിടിലം പ്രൈസ് ആയിട്ടോ. 2012 ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 2,71,000 കറക്റ്റ് പീരിയഡിക് ആയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി നമ്മൾ കൊടുക്കുന്നുണ്ട്. പീരിയോഡിക് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത 2,71,000. 9,65,000. 10 ലക്ഷത്തിനകത്ത് തന്നെ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള. നോ റീപ്ലേസ് ആണ്. റീപ്ലേസിന് ഒന്നുമില്ല. ടയറൊക്കെ 100% എന്ന് പറയുന്ന രൂപത്തിലുണ്ട്. ബോഡി ഷേപ്പും കിടലിനാണ്. ഇന്റീരിയറും നീറ്റ് ആണ്. നമുക്ക് ബീജ് കളറാണ് വന്നുള്ള സീറ്റ് കവറൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സിൽക്കി ഗോൾഡ് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത് അല്ലേ? V ഓപ്ഷൻ ആണ്. അപ്പോൾ വീലൊക്കെ നമുക്ക് 60-ലായിരിക്കും കിട്ടാം. അപ്പോൾ മെയിൻ വണ്ടികൾ നമ്മുടെ ഇന്നോവ ഇത്രയാണുള്ളത്. കൂടാതെ പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി ക്രിസ്റ്റ നോക്കി തുടങ്ങാം. പറ്റുന്ന വണ്ടി ഇപ്പൊ ഇത് 2017 മോഡലാണ്. G4 വരുന്നതാണ്. നിലവിൽ 4th ഓണർഷിപ്പ് ആണ്. 16,90,000 നമുക്ക് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൽ നമുക്ക് മാക്സിമം ഫിഗറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 16,30,000 കൊടുക്കാം. 16,30,000 2017 വണ്ടി. 2017 ക്രിസ്റ്റ നിങ്ങൾക്ക് 16,00,000 16,30,000 വരും. ഓണർഷിപ്പ് 4th ഓണർഷിപ്പ്. റീ ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. ഈ റീ വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി തരാം? ചെയ്യുന്നുണ്ട്. റീ രജിസ്ട്രേഷൻ വണ്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പിന്നെ എന്താ ചോദിക്കാനുള്ളത്? അപ്പൊ ആ രൂപത്തിലാണ്. ഇതും അത്യാവശ്യം നീറ്റാണ്. വണ്ടി കാണാൻ മഞ്ചാണ് കേട്ടോ. എക്സ്ട്രാ നമുക്ക് ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. അത് സ്റ്റോക്ക് അലോയ് കാര്യങ്ങൾ ഫുള്ളി പോളിഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെലിവറിക്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഇത് ഇനിയിപ്പോ നമ്മൾ ബുക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും PDI വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഡെലിവറി ചെയ്യുള്ളൂ. ഓക്കെ. ആ രൂപത്തിലാണ്. ഇത് ടോപ്പ് മോഡൽ അല്ലല്ലോ? അല്ല, G വേരിയന്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇല്ല, പക്ഷേ AC പവർ സ്റ്റിയറിംഗ് വരും. അത്യാവശ്യം എല്ലാ ക്യാപ്റ്റൻ സീറ്റ് ആണ്. ഫുള്ളാട്ടോ. വാറന്റിയോട് കൂടി 17 ക്രിസ്റ്റൊക്കെ നമുക്ക് 16,30,000 പറഞ്ഞാൽ കിഡിലം പ്രൈസ് ആണ്. ഒന്നും പറയാനില്ല. അടുത്തത് 2018 മോഡല് G4 ഓട്ടോമാറ്റിക് വരുന്നത്. G4 ഓട്ടോമാറ്റിക് മാനുവലാണ്. അത് മാനുവൽ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് നോക്കുന്നവർ കാത്തിരുന്നോ. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പും 90,000 കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതില് പ്രൈസ് വരുന്നത് നമുക്ക് 20,90,000. 20 ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള. അപ്പൊ 1 ലക്ഷത്തിനകത്ത് മാത്രം ഓടിയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റ ആണ്. സിംഗിൾ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. അതും 1 ലക്ഷത്തിനകത്ത് ഓടിയിട്ടുള്ളത്. അതൊക്കെ ജെന്യൂൻ ആവില്ല, നമ്മൾ ചെക്ക് ചെയ്യില്ല. എല്ലാ വണ്ടികളും കിലോമീറ്റർ പറഞ്ഞതാണ് കേട്ടോ. അതിൽ പിന്നെ മാറ്റൊന്നും വരാനില്ല. ഞാൻ വണ്ടി എടുക്കാൻ വരികയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ മെക്കാനിക് ഉണ്ട്. എനിക്ക് ആളെ കൂട്ടി വന്നാൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ?
അവരെ കൂടാതെ നിങ്ങൾക്ക് ടൊയോട്ടയിൽ പോയി ചെക്ക് ചെയ്യാം, അതായത് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്താൽ ചെക്ക് ചെയ്യാം, അതിനൊന്നും നമുക്കൊരു പരാതിയില്ല. പരാതിയില്ല. അപ്പോൾ ആ രൂപത്തിലാണ് കേട്ടോ നിങ്ങൾക്ക് അത്രയും എന്തൊക്കെ നോക്കാനുണ്ടോ അതൊക്കെ നോക്കിയതിന് ശേഷം എടുക്കാന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി മോഡൽ കൂടിയ ഒരു ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നെങ്കിൽ ഒരു 20,90,000 മുടക്കി നമുക്കൊരു 18 മോഡൽ ക്രിസ്റ്റ കിട്ടും. അത് കഴിഞ്ഞാൽ ഇത്ര നേരം ഒക്കെ വൈറ്റ് ആയിരുന്നു കണ്ടത്, ക്രിസ്റ്റയിലൊരു ഗ്രേ കളർ. ഇതിന്റെ 2022 പുതിയ മോഡലാണ്, 2022 മോഡൽ G4 ഓട്ടോമാറ്റിക്. ഓക്കെ, 2022 മാനുവൽ അല്ല ഓട്ടോമാറ്റിക്കാ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ, 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പിൽ 19,000 കിലോമീറ്റർ മാത്രം ഓടിയ ഇന്നോവ ക്രിസ്റ്റ. വില കേൾക്കണ്ടേ? വില 24,50,000. 24,50,000. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, മാനുവൽ അല്ല. ഇപ്പൊ നമുക്ക് മാനുവൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ അല്ലേ? ക്രിസ്റ്റ മാനുവൽ മാത്രമേ ഇപ്പൊ ഇറങ്ങുന്നുള്ളൂ. അതിന് തന്നെ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ പ്രൈസും വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നോവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആയിട്ടില്ല എന്ന് പറയാം. ആ രൂപത്തിലുള്ള ഒരു വാഹനം. അപ്പൊ ഇതിന്റെ കണ്ടീഷനെ കുറിച്ച് അവന് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. ഗംഭീര ഒരു കണ്ടീഷനുള്ള ഒരു മിന്റ് കണ്ടീഷൻ, ഷോറൂം കണ്ടീഷനിലുള്ള ഒരു വണ്ടി. ഇത് ഓട്ടോമാറ്റിക് എന്തായാലും ഇപ്പൊ പുതിയത് ഇറങ്ങുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. വാറന്റിയോട് കൂടി എടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്റ്റ. അത് കഴിഞ്ഞാൽ ഇത് കുറച്ച് മോഡൽ കുറവാണ്. 2016 മോഡൽ Z ഓട്ടോമാറ്റിക് 2.8. 2.8. ഓക്കെ, പഴയ മോഡൽ. അതെ, നമുക്ക് നിലവിൽ NOC-ലാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആയിട്ട് നമ്മൾ ആരാണ് എടുക്കുന്നത് അവരുടെ പേര് സെക്കൻഡ് ഓണർ ആയിട്ട്. സെക്കൻഡ് ഓണർ ആയിട്ട്. ഓക്കെ, അപ്പൊ അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. NOC കയ്യിലുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ ഇവിടെ എടുക്കുന്ന ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഓണർഷിപ്പ് വെറുതെ മാറില്ലേ? അതെ, നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് 15,25,000 ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാനുവൽ അല്ലേ പറഞ്ഞത്? ഓട്ടോമാറ്റിക് 2.8 Z ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ 2.8 ഇഞ്ച് വരുന്നത് കേട്ടോ. ഇതിന് സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട് അല്ലേ? ഇന്നോവയില് അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം. സ്റ്റാർട്ട് ചെയ്ത് 2.8 ആണ്. പുതിയ പഴയ വണ്ടിയാണ് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഇതിന് എത്ര വില? നമുക്ക് 15,25,000, 1,30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. 2016 മോഡല്. അതും കൊള്ളാവുന്ന ഒരു പ്രൈസിലാണുള്ളത് കേട്ടോ. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഓണർ ആയിരിക്കും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അത് കഴിഞ്ഞാൽ ഇതാണോ സെയിലാ? ബുക്ക്ഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനെ നോക്കി നമ്മൾ സമയം കളയുന്നില്ല. അപ്പൊ അടുത്തതിലേക്ക് പോവാം. ഇതും ഇനി നമുക്ക് 2020 ശേഷമുള്ളതാണല്ലോ. 2021 വണ്ടി. കിലോമീറ്റർ 69,000 കിലോമീറ്റർ ഓടിയാണ്. അതും ലോ കിലോമീറ്റർ, ഏറ്റവും ടോപ്പ് എൻഡ്. അതെ, 2.4 Z വരുന്നത്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്. അപ്പൊ ഓട്ടോമാറ്റിക് തെരഞ്ഞു ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 31,50,000. 31,50. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അപ്പൊ അത് നമ്മള് സെയിം വണ്ടിയാണ്, ഗ്രേ ആയിരുന്നു. 2022 G4 ഓട്ടോമാറ്റിക് ആണ്. ഇത് Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, കളറും ഡിഫറെന്റ് ആണ്. നമുക്ക് വൈറ്റ് ആണ്, ഫുൾ വൈറ്റ് ആയിട്ട്. സെയിം അതിൽ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ ഡയമണ്ട് കട്ട് വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ, പിന്നെ ക്യാപ്റ്റൻ സീറ്റ് അല്ലേ, എല്ലാം. അപ്പൊ ഇത് 2.4 ആണ്. നമ്മൾ നേരത്തെ കണ്ട് 2.8 ആയിരുന്നു. അതാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇതും ബുക്ക്ഡ് ആണ്. 2018 മോഡല് 2.8 Z കേരള വണ്ടിയാണ്. കേരള നമ്പർ ആയിട്ടുള്ള വണ്ടി. അപ്പൊ എന്തായാലും ബുക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ സമയം കളയണ്ട. ഇത് അലോയ്സ് ഒക്കെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് 2.8 Z 16 മോഡൽ. ഇത് ഒറിജിനൽ കേരള അല്ല, നിലവിൽ അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. NOC എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആയിരുന്നു, NOC എടുത്ത് വെച്ചുകൊണ്ട് സെക്കൻഡ് ഓണർ ആയി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓൾറെഡി തേർഡ് ഓണർഷിപ്പിലാവും എടുക്കുന്ന കസ്റ്റമേഴ്സിന് വരുന്നത്. ഓൾറെഡി സെക്കൻഡിലാണ് കിടക്കുന്നത്. അപ്പൊ ഇനി എടുക്കുന്ന ആൾ തേർഡ് ആയിരിക്കും. കണ്ടീഷൻസ് എല്ലാം 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ, നമ്മൾ റേറ്റ് 15,90,000. 15,90,000. 2016 ക്രിസ്റ്റയാണ്. കൊള്ളാം. കണ്ടീഷനും നമുക്കൊരു എബോ ഏവറേജ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരു കണ്ടീഷൻ. അതായത് ടയറിന്റെ കാര്യം കേട്ടോ. പിന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്രിസ്റ്റ നോക്കിയിട്ട് ക്രിസ്റ്റ തിരയുന്നവരിനി വേറൊരു വീഡിയോ നോക്കി പോകണ്ട. നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പൊ ഇതേതാ മോഡൽ? 2019 മോഡല്. ഓക്കെ, G4 ആണ്. അതെ, മാനുവൽ വരുന്ന വണ്ടിയാണ്. 1,22,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, എത്ര? 16,90,000 നമുക്ക് കൊടുക്കാൻ പറ്റും. 16,90,000. 2019 വണ്ടിയാണ്, 19 മോഡലിലുള്ള വണ്ടിയാണ്. 16,90,000 നമുക്ക് കിട്ടും. മാനുവൽ G4 എന്ന് പറഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. സിംഗിൾ ഓണർ ആണ്. അതെ. ഓക്കെ, അപ്പൊ അതും അത്യാവശ്യം ഒരു സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആക്സറി കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയ അതേ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ
2018 മോഡൽ G4. ഓക്കെ, സെയിം വണ്ടി തന്നെ, കളർ ചേഞ്ചിൽ കളർ ചേഞ്ച്. ഡിഫറെന്റ് ഇയർ ആയിട്ട് വരുന്നത്. എത്ര കിലോമീറ്റർ? 14,10,000 ആണ് പ്രൈസ് വരുന്നത്. കിലോമീറ്റർ വരുന്നത് 1,68,000 കിലോമീറ്റർ. 1,68,000 കിലോമീറ്റർ 14,10,000 രൂപക്ക് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. NOC-ലുള്ള വണ്ടിയാണ്. 2018 NOC കയ്യിലുണ്ട്. അപ്പൊ ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നതാണ്. ഇനി രജിസ്റ്റർ ചെയ്യുന്ന ഇനി എടുക്കാൻ പോകുന്ന ആള് തേർഡ് ഓണർഷിപ്പ് ആവും. ഓക്കെ, അപ്പോ ഇന്നോവ തീർന്നിട്ടില്ല, ക്രിസ്റ്റ ഇനിയുണ്ട്. 2016 നമ്മുടെ എനർജി പോയെന്ന സംശയം. 2016 മോഡല് 2016 മോഡലാണ് 2.8. 2.8 G4 ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ 5 6 ഉണ്ട് അല്ലേ സ്റ്റോക്ക്? 2.8 4 ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം നിലവിൽ നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഡയറക്റ്റ് ഫിനാൻസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. 16,25,000 നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. 16,25,000 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള Z8 ഓട്ടോമാറ്റിക് അല്ല 2.8 ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക്. G4. അപ്പോൾ 2016 വണ്ടിയാണ്. ഓൾറെഡി രജിസ്ട്രേഷൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് എവിടെ? KL 55 20. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു 5 സീരീസ്. ഓക്കെ, ഇത് ഓൾറെഡി ഇന്നലെ അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടിയാണ്. അതും സെയിലായോ? ആയിട്ടുള്ളതാണ്. ഇപ്പോ 35,10,90,000 പ്രൈസ് വന്നിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. ഓക്കെ, NOC പ്രൈസിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. ആ രൂപത്തിൽ. അപ്പൊ അത് സെയിലായിട്ടുണ്ട്. പിന്നെ കൊല്ലം കാര്യത്തിൽ നമുക്ക് കൊടുത്തു വണ്ടി. എവിടെ? കൊല്ലത്തോട്ട്. കൊല്ലത്താണ്. ഓക്കെ ഓക്കെ, കൊല്ലത്ത് ഭാഗത്തേക്ക് ഓൾറെഡി സോൾഡ് ആണ് ആ ഒരു മോഡല്. ഇനി തീർന്നിട്ടില്ല ഇവിടെ. ഇനി ഇനിയുണ്ട്. നമുക്ക് ക്രിസ്റ്റയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്ത് നമ്മുടെ ഫോർച്യൂണർ പറഞ്ഞാലോ പോവാം. കണ്ട് ഇനി വ്യൂവേഴ്സിന് ഒരേ വണ്ടി കണ്ട് മടുക്കണ്ട. നമുക്കൊരു ഫോർച്യൂണർ 2015 മോഡൽ കേരള വണ്ടി. 2015 ഒറിജിനൽ കേരള. റീപ്ലേസ് ഒന്നുമില്ല. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, നമുക്ക് പ്രൈസ് വരുന്നത് 21,30,000. 21,30,000 ഒറിജിനൽ കേരള. ഓണർഷിപ്പ് എത്ര പറഞ്ഞു? നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണല്ലോ. അതെ അതെ, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടി. ഓക്കെ, അത് കഴിഞ്ഞാല് അതോ നമ്മുടെ 2017 മോഡല് 17 മോഡലാണ്. 69,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. ഓക്കെ, എത്ര കിലോമീറ്റർ? 69,000 കിലോമീറ്റർ. കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നു? പ്രൈസ് വരുന്നത് 31,50,000. മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക് 4x2 ഓട്ടോമാറ്റിക് തന്നെയാണ്. അപ്പോ 4 വീൽ ഡ്രൈവ് അല്ല 2 വീൽ ഡ്രൈവ്? 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. അതെ, ഏകദേശം 60,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒറിജിനൽ കേരള. മറ്റേ ഇപ്പൊ ഫോർച്യൂണർ 2 കണ്ടത് നമ്മൾ ഒറിജിനൽ കേരളയാണ് അല്ലേ? അതെ അതെ. ഓക്കെ, പിന്നെ 2019 മോഡല് വി ഓപ്ഷൻ കറക്റ്റ് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ, നിലവിൽ കേരള നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. 2019 മോഡല് നമുക്ക് ഒരു ആവറേജ് പ്രൈസിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മള് റീ വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്റർ ജെന്യൂൻ എല്ലാം ജെന്യൂൻ ആണ്. നമ്മൾ ഹിസ്റ്ററി ഉള്ള വണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ചെക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ തന്നെ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഏകദേശം 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ ഇവിടുത്തെ നമ്പർ ആക്കിയപ്പോൾ സെക്കൻഡ് ഓണർ ആയി. ഓക്കെ, അപ്പോ എത്ര ആസ്കിങ് വരുന്നത് നമുക്ക് ഇതിന് 20,50,000 വരുന്നുണ്ട്. നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 20 ലക്ഷത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. 20 ലക്ഷത്തിന് 2019 ഇന്നോവ ക്രിസ്റ്റ 69,000 കിലോമീറ്റർ മാത്രം ഓടിയത്. ഇതേ കിടക്കുന്നു അല്ലെ? 59,000 കിലോമീറ്റർ. 59,000 കിലോമീറ്റർ. 59 ആണ്, 69 അല്ല. 59,000 കിലോമീറ്റർ ഓടിയത്. അടിപൊളി സീറ്റ് കവർ, പ്രീമിയം സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ക്യാമറ 360 ഡിഗ്രി ഫ്രണ്ട് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റെസിസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം 50,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടയർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. കാലിപ്പേഴ്സ് ഒക്കെ റെഡ് അടിച്ചിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ ടോപ്പ് ക്ലാസ് ആണ്. രക്ഷയിലെ ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു വണ്ടി ഓപ്ഷനിലുള്ള ഒരാള് അത്യാവശ്യം ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊണ്ടുനടന്ന ഒരു വണ്ടിയാണ്. ഒരു വാഹനപ്രേമി കൊണ്ടുനടന്ന ഒരു വണ്ടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഫോർച്യൂണർ 2015 മോഡൽ തന്നെ. ഓക്കെ, പ്രൈസ് വരുന്നത് നമുക്ക് NOC പ്രൈസ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതിന് 14,25,000 കൊടുക്കാൻ പറ്റും. 14,25,000. ഓക്കെ, അപ്പോ NOC ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 2 lakh ഓടിയിട്ടുണ്ട്. 2 lakh ഓടിയുണ്ട്. അപ്പൊ 2015 ഫോർച്യൂണർ കേട്ടോ. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്റ്റ കൂടി. ഇത് 2016 2.8 സെറ്റ്. ഓക്കെ, കേരള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് 2.8 മറ്റൊരു ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള 2015
16. 2016 മോഡൽ. കിലോമീറ്റർ ഇത് കിലോമീറ്റർ വരുന്നത് 1,52,000 കിലോമീറ്റർ. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. എത്ര വില നമ്മൾ ചോദിക്കുന്നത്? 20,90,000. 20,90,000. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റ് മെയിൻ്റെ കണ്ടീഷനിൽ വരുന്നത്. ഒരു 20 ലക്ഷം റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ആണെങ്കിൽ പരിഗണിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് കേരളയാണോ? കേരള വണ്ടി, ഒറിജിനൽ കേരള. അതെ ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ അത് എന്റെ വണ്ടി, അത് നോക്കണ്ട, അത് ഇങ്ങോട്ട് വാ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർച്യൂണറോ? ഈ ഫോർച്യൂണർ 2014 മോഡൽ. ആ ഓക്കെ, അതും ഇതാണ് റീ വണ്ടിയാ? റീ വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽസ് ബാക്കി? 2014 ടൂ വീൽ ഡ്രൈവ് ആണ്. 14 മോഡല്. 2014 മോഡല്. അതെ അതെ. 12,10,000 ആ സമയം അല്ലേ? അതെ. മറ്റേത് 15,000 നമ്മൾ നേരത്തെ ഈ ഒരു ടൈപ്പ് രണ്ടെണ്ണം കണ്ടത്. 14 കുറവാണ്. കിലോമീറ്റർ പറഞ്ഞില്ല അറിയാം. കിലോമീറ്റർ 2,40,000 കിലോമീറ്റർ, 2 ലക്ഷത്തിനടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് വന്ന് കണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അതൊരു ക്രിസ്റ്റൽ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വി ഓപ്ഷൻ വണ്ടി. 2016 മോഡല്. 2.4 അല്ലേ? ഓക്കെ, ഇത് 2.8. 2.8 ആണോ? അപ്പൊ വീണ്ടും 2.8. ഇത് മാനുവൽ വി ഓപ്ഷൻ വണ്ടി. അപ്പൊ 2.8 അപ്പോൾ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. അത് നേരത്തെ പറഞ്ഞു. നിങ്ങൾ ക്രിസ്റ്റ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ഒരു കാര്യം നോക്കുന്നുണ്ടോ, ഇന്ന കളർ വേണം, പിന്നെ ഓട്ടോമാറ്റിക് വേണം, മാനുവൽ വേണം, അതുപോലെ പിന്നെ ഇയർ വേണം, സിംഗിൾ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ ആയാലും കുഴപ്പമില്ല, ഈ ബഡ്ജറ്റിലാണ്. അങ്ങനെ നിങ്ങളുടെ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ഡിമാൻഡ് ഫോക്കസിൽ വന്നാൽ അല്ലേ എല്ലാ വേരിയൻറ്റും, അതായത് ടൊയോട്ട ഷോറൂമിൽ കിടക്കുന്ന പോലെ എല്ലാ കളറും എല്ലാ വേരിയന്റും ഓട്ടോമാറ്റിക് മാനുവലും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ റീ വേണമെങ്കിൽ അതുണ്ട്, ഒറിജിനൽ കേരള വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ലോ കിലോമീറ്റർ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഏത് ടൈപ്പ് വേണമെങ്കിൽ ഹിസ്റ്ററി അടക്കം വാറന്റി അടക്കം എല്ലാം അവൈലബിൾ ആണ്. ഗംഭീര പരിപാടിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. 14,10,000 രൂപ. 10,000 രൂപ. ഓക്കെ, അപ്പൊ അതിൽ നമ്മളിപ്പോഴേ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. അല്ലാതെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ റേറ്റ് വണ്ടി നമുക്ക് എക്സ്പയർ ആയിട്ടുള്ള ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് അതിനൊക്കെയുള്ള കുട്ടികളുടെ റേറ്റ് ആണ്. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ വാറന്റി തരുന്നത് അതിനൊക്കെ കുട്ടികളുടെ റേറ്റ് ആണ് ഇട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഓവർ പ്രൈസിലാണെന്ന് വിചാരിക്കേണ്ട. കാരണം നമുക്ക് വണ്ടി അങ്ങനെയാണ് തരുന്നത്. നമ്മൾ ചിലപ്പോൾ പാർട്ടിയുടെ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിലും 10,000-20,000 രൂപ കുറവിലൊക്കെ അല്ലെങ്കിൽ 30,000 രൂപ കുറവിൽ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഷുറൻസ് അടുത്ത മാസം തീരും, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് ഇൻഷുറൻസ് തീരുന്നുണ്ടാവും. ടയർ അത്രയും മോശമായിരിക്കും, മാറ്റേണ്ടി വരും. വണ്ടി എടുത്തിട്ട് ഗ്യാരേജിലോ അല്ലാന്നുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ എക്സ്പെൻസ് വരും. ഓക്കെ, അപ്പൊ അതിനേക്കാൾ നല്ലത് നമുക്ക് ഇതുപോലുള്ള ഫോക്സ് മോട്ടോഴ്സ് പോലുള്ള സ്ഥാപനത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാം. അതായത് എക്സ്ട്രാ ചെലവില്ലാതെ എടുക്കാമെന്നുള്ളതാണ്. അവർ 11 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളോട് പറഞ്ഞപ്പോൾ. ഒരു വിശ്വാസം, ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വർഷം ഇവർക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഇനി നോക്കാനുണ്ട്. 2017 മോഡലാണ്. കറക്റ്റ് കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, എത്ര ഓടിയത്? 68,000 മാത്രം ഓടി. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 19,90,000. 19,90,000 കേട്ടോ. മാനുവൽ ജി ഓപ്ഷൻ ഉള്ള ഒരു ക്രിസ്റ്റ, ഒറിജിനൽ കേരള 2017. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ടൈപ്പ് വേണമെങ്കിൽ എന്തും നമ്മുടെ അടുത്തുണ്ട്. ആ രൂപത്തിലാണുള്ളത്. ക്രിസ്റ്റയുടെ എല്ലാ കളക്ഷൻസിലും ഉണ്ട്. എല്ലാം ക്രിസ്റ്റയുടെ ഏത് വേണമെങ്കിലും നിങ്ങൾ വന്നു ധൈര്യമായിട്ട് പോലെ ഫോക്കസ് മോട്ടോഴ്സിൽ അവൈലബിൾ. അയ്യോ, സ്പെഷ്യൽ സാധനം പറഞ്ഞു. അതെ, റയർ സാധനം. ഈ കളർ റെഡ് കളറിൽ നിങ്ങൾ ക്രിസ്റ്റ ചിലപ്പോൾ റോഡിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അപൂർവമായിരിക്കും കണ്ടിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് പ്രൊഡക്ഷൻ വളരെ കുറവാണല്ലോ. അതെ, ലീഡർഷിപ്പ് എഡിഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഇയർലി 1-2 പീസ് മാത്രം ഇറക്കുന്ന ഒരു വണ്ടിയാണ്. ടൊയോട്ട വളരെ ലിമിറ്റഡ് ആയിട്ട്, അതായത് അവരൊരു 100 നോർമൽ വണ്ടി പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും ഒരെണ്ണം പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെ ഇറക്കിയ വളരെ റയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, ഇത് കേരളയാണോ? കേരള വണ്ടിയാണ്. 2020 മോഡൽ. 2020 മോഡൽ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ആകെ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 38,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 20 4 കൊല്ലമായിട്ട് 38,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത് ഫുൾ അതിന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ സീറ്റിലുണ്ട്. ലീഡർഷിപ്പ് എഡിഷൻ എന്നുള്ള ബാഡ്ജിങ്ങോട് കൂടിയിട്ടുണ്ട്. അതുപോലെ സ്കേട്ടിങ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സ്ക്രാച്ച് വരെയുള്ള വണ്ടിയില് പക്ക ഷോറൂം കണ്ടീഷൻ. റൂഫ് ബ്ലാക്ക് ആണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവലാണ് ലീഡർഷിപ്പ് എഡിഷൻ ഇറങ്ങിയിട്ടുള്ളത്. എത്ര റേറ്റ്? നമുക്ക് പ്രൈസ് വരുന്നത് 27,90,000 ആണ്. 27,90,000. അപ്പൊ ഇനി നമുക്ക് ഇവിടെ വണ്ടികൾ കാണിക്കാമല്ലോ. അവസാനമായിട്ട് നമ്മൾ കാണിക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് അവസാനമായിട്ടുള്ള റേറ്റും കൂടി പറയാം. ഇതില് നമുക്ക് മാക്സിമം 27,50,000 കൊടുക്കാൻ പറ്റും. 27 ലക്ഷത്തിന് ലിമിറ്റഡ് എഡിഷൻ സാധനം, ലീഡർഷിപ്പ് എഡിഷൻ. അതായത് ക്രിസ്റ്റയുടെ റയർ പീസ് നമുക്ക് കിട്ടുന്നതാണ്. 2020 മോഡല്, സിംഗിൾ ഓണർ, 38,000 മാത്രം ഓടിയാണ്. അതായത് ഒന്നും ആയിട്ടില്ല. ഒരു വെറൈറ്റി
ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കംപ്ലീറ്റ്ലി എടുക്കാം. ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക്, അതായത് നമ്മുടെ വണ്ടി ഒരു യുണീക്ക് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ചോയ്സ് ആണ്. 38,000 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കണ്ണടച്ചെടുക്കാവുന്ന ഒരു സാധനമാണ്. ടൊയോട്ട. അതുകൊണ്ടാണ് ആസാദ് സാർ പറഞ്ഞത് ടൊയോട്ട ആണെങ്കിൽ ഞങ്ങൾ 13-14 മുതൽ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ബ്രാൻഡ് 17-18 ചെയ്യുന്നത്. അതാണ് ട്രസ്റ്റ് ആണ്, ടൊയോട്ടയോടുള്ള ഒരു ട്രസ്റ്റ്, വിശ്വാസത്തിന്റെ ഭാഗമാണല്ലേ. കാരണം ഓടിക്കോളും വണ്ടി, ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള ഫോക്കസ് മോട്ടോഴ്സിലെ കളക്ഷൻ. ഇവരെപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളതാണ്, അപ്പൊ അപ്ഡേഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോക്കസ് മോട്ടോഴ്സ് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ മോഡൽസ് എന്തായാലും ആഡ് ആവും, നമുക്ക് 2-3 വെഹിക്കിൾസ് ഡെയിലി ആഡ് ആവും, നമുക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ടും പറ്റും. അപ്പൊ എന്തായാലും താങ്ക് യു, ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, എല്ലാം പടപടയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒന്നും നോക്കേണ്ട കാര്യമല്ല, ഇടയിൽ കട്ടോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. അടിപൊളി. താങ്ക് യു. ഓക്കെ.